ഹായ്, മോർണിംഗ് സ്റ്റോറീസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. മോഹങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ എന്നാണ് നമ്മുടെ ഇന്നത്തെ കഥയുടെ പേര്. ഒരിക്കൽ ഒരു പുലി കാട്ടിലൂടെ നടക്കുകയായിരുന്നു. ഒരു ഗ്രാമത്തിന്റെ അതിർത്തിയിൽ എത്തിയ ആ പുലി കൂട്ടിൽ മറ്റൊരു പുലി കിടക്കുന്നത് കണ്ടു. അവ തമ്മിൽ സംസാരിച്ചു. കൂട്ടിലെ പുലി കാടിന്റെ സ്വാതന്ത്ര്യത്തെയും വിശാലതയെയും കുറിച്ച് ചിന്തിച്ചു. തന്റെ അവസ്ഥ എത്ര ദയനീയമാണെന്നും അതുപോലെ തന്നെ കാടാണ് നല്ലതെന്നും ആ പുലി ചിന്തിച്ചു. എന്നാൽ കാട്ടിലെ പുലി കൂട്ടിൽ കിടക്കുന്ന പുലിയെ കുറിച്ചാണ് ചിന്തിച്ചത്. എത്ര സുരക്ഷിതമാണ് അവൻ, അതുപോലെ തന്നെ ഭക്ഷണവും കൃത്യമായി കിട്ടുന്നുണ്ട്. തന്റെ അവസ്ഥ എത്ര ദയനീയമാണ്. കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കണം, ഇര തേടി പിടിക്കണം, ഒപ്പം മറ്റു മൃഗങ്ങൾ ആക്രമിക്കുമോ എന്ന് നോക്കിയിരിക്കണം. കൂട്ടിലെ പുലിയുടെ ജീവിതം എത്ര സുഖകരമാണെന്ന് അവൻ ചിന്തിച്ചു. ഒരു ദിവസം രണ്ട് പുലികളും വീണ്ടും കണ്ടുമുട്ടി. അവർ തീരുമാനത്തിലെത്തി. എന്ത് തീരുമാനത്തിൽ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, പരസ്പരം മാറാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ കാട്ടിലെ പുലി കൂട്ടിലും കൂട്ടിലുള്ള പുലി കാട്ടിലേക്കും പോകാൻ തീരുമാനമായി. അങ്ങനെ കാട്ടിലെത്തിയ കൂട്ടിലെ പുലി ആദ്യം സന്തോഷിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ അതിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങി. സ്വാതന്ത്ര്യം അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. ഇരയെ തേടി പിടിക്കണം, എന്നാലേ ഭക്ഷണം ലഭിക്കൂ. ഒപ്പം തന്നെ മറ്റു മൃഗങ്ങളുടെ ആക്രമണം എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അങ്ങനെ ചിന്തിച്ചും നടന്നും ആകെ വിഷമത്തിലായി. അതേസമയം കൂട്ടിലെത്തിയ നമ്മുടെ കാട്ടിലെ പുലി സുരക്ഷിതത്വം ആസ്വദിച്ചു തുടങ്ങി. എന്നാൽ പെട്ടെന്ന് തന്നെ അതിന് മനസ്സിലായി, സ്വാതന്ത്ര്യം ആണ് ഇതിനേക്കാളും മികച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ അഭാവം അത്ര സുഖകരമല്ലെന്നും അതുപോലെ തന്നെ ഒറ്റപ്പെടൽ അതിനെ വേട്ടയാടാനും തുടങ്ങി. കാലങ്ങൾ കടന്നുപോയി. കാട്ടിലെ പുലി പട്ടിണി കൊണ്ടും കൂട്ടിലെ പുലി ഏകാന്തത കൊണ്ടും മരണപ്പെട്ടു. ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥ. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം ആഗ്രഹിക്കുന്നു. എന്നാൽ എല്ലാ മാറ്റങ്ങളും ശരിയാകണമെന്നില്ല എന്നാണ് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ തീരുമാനങ്ങളെ ശ്രദ്ധാപൂർവം പരിഗണിക്കുകയും മാറ്റങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും വേണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാളെ പുതിയൊരു കഥയുമായി കാണാം. ഓക്കെ, ബൈ.